നമുക്കറിയാം ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കടമെടുപ്പിൻ്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം കടമെടുപ്പിൻ്റെ പരിധിയിൽ നമുക്ക് 3.5% ഉള്ളത് GSDPയുടെ. അതിൽ 0.5% കണ്ടീഷണലാണ്. അതായത് പവർ സെക്ടറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പണം എടുക്കണമെന്നാണ്. അപ്പോൾ ശരിക്കും 3% ഉള്ളൂ. ആ 3%-ൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും വരുത്തിയ ബാധ്യതകൾ കൂടി ഈ കടമെടുപ്പിൻ്റെ പരിധി കടം വളരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വിശദാംശങ്ങൾ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെൻറ്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിൻ്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിലൊരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട് പോകും.